ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാമെല്ലാം ഈ ലോകത്തിൽ ഇവിടെ ജനിച്ച് ജീവിക്കുന്നു. ജനനമുണ്ടെങ്കിൽ മരണവും സുനിശ്ചിതമാണ്. ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഒരു ചലനമാണ് ജീവിതം എന്ന് പറയുന്നത്. അതിനാൽ ജനിച്ചു വന്ന വ്യക്തികൾ ജീവിക്കുമ്പോൾ ഇനി ഇതിന് ഒരു അന്ത്യം വരരുത്, എന്നും ഇപ്രകാരം സുഖിച്ച് ജീവിക്കണം എന്ന മോഹമാണ് എല്ലാ മനുഷ്യരിലും. പക്ഷേ ആ മോഹം ഒരിക്കലും ഒരാൾക്കും ഇന്നേ വരെ സാധിതമായിട്ടില്ല. കാരണം ജീവിതത്തോടൊപ്പം മൃത്യുവുമുണ്ടെന്ന തത്വമറിഞ്ഞവർക്കത്തലില്ല. ജീവിതത്തോടൊപ്പം മൃത്യുവുമുണ്ടെന്ന തത്വമറിഞ്ഞവർക്കത്തലില്ല. മൃത്യുവെന്നാൽ ജീവിതാന്ത്യമല്ലോർക്കുകിൽ, ജീവിതത്തിൻ്റെ തുടക്കമത്രേ. ഈ പരമസത്യം നമ്മൾ മനസ്സിലാക്കിയാൽ ജനനവും ജീവിതവും മരണവും ഒരു പരിണാമം മാത്രമാണ്, ഒരു ചലനം മാത്രമാണ്. പക്ഷെ അതിലാണ് നമ്മൾ അനേകം ആഗ്രഹങ്ങൾ നെയ്തു കൂട്ടുന്നത്. കാരണം അജ്ഞത കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട്. താനിവിടെ അല്പകാലം കഴിച്ചു കൂട്ടാൻ വേണ്ടി വന്നതാണെന്ന സത്യം മറന്നുപോയി. ഇവിടെ കാണപ്പെടുന്നതെല്ലാം സത്യമാണെന്നും ഇതൊക്കെ തനിക്ക് സ്വായത്തമാക്കണമെന്നും ഇതൊക്കെ അനുഭവിക്കലാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്നും ധരിച്ച് ഇവയുടെ ലഭ്യതയ്ക്കായി അക്ഷീണ പ്രയത്നം ചെയ്യുന്നു. എന്നാൽ ശരീരം ശോഷിക്കുന്നു, വൃദ്ധാവസ്ഥയിലെത്തുന്നു, ശരീരം അവശമാകുന്നു, രോഗഗ്രസ്തമാകുന്നു. പലരും ലോകം വിട്ട് മറ്റെങ്ങോ പോകുന്നു. തനിക്കും അത് തന്നെയല്ലേ അവസ്ഥ എന്ന വ്യാകുല ചിന്തകൾ ഭരിക്കുന്നു. ഇതാണ് ഓരോ മനുഷ്യൻ്റെയും അവസ്ഥ. അപ്പോൾ താൻ എന്നും ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചതിന് ഒരന്ത്യം വരികയാണ്. മരണമെന്ന പ്രഹേളിക തന്നെ വിഴുങ്ങാൻ തുടങ്ങുന്നു. അതാണ് ജീവിതത്തോടൊപ്പം മൃത്യുവുമുണ്ടെന്ന തത്വമറിഞ്ഞവർക്കത്തലില്ല. നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ഒപ്പം മരണം ഉറപ്പാണ്. ജനിച്ചോ മരണം സുനിശ്ചിതമാണ്. മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കണം. ജനിക്കാതിരിക്കണമെങ്കിൽ മരിക്കാതെയും ഇരിക്കണം. എന്നാൽ ജീവിതം കൊണ്ടാണ് ഇത് നേടേണ്ടത്. മരിക്കാതിരിക്കുക എന്ന അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരേണ്ടത് ജീവിതത്താലാണ്. ജീവിതത്തിലൂടെ നാം അറിയേണ്ടത് അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മരണമില്ല എന്ന പരമസത്യം ബോധിക്കും. അപ്പോൾ നമുക്ക് മരണമില്ലെങ്കിൽ നമ്മൾ ജനിച്ചിട്ടുമില്ല. അപ്പോൾ ഇവിടെ ജനിച്ച് കാണുന്നതോ അത് ദേഹമാണ്. ജനിച്ചത് ദേഹമാണ്, പരിണമിച്ചുകൊണ്ടിരിക്കുന്നത് ദേഹമാണ്. ഈ ദേഹമാണ് മരിക്കുന്നതും. അപ്പോഴും മരിക്കാത്ത നമ്മൾ ഓരോരുത്തരും മരിച്ചുകൊണ്ടിരിക്കുന്ന ദേഹത്തിലിരിക്കുന്നു. നമുക്ക് മരണമില്ല എന്ന് ബോധിക്കൽ ജീവിതത്തിലൂടെ വേണം. ജീവിതത്തിലൂടെ മരണമില്ലെന്ന് ബോധിച്ചാൽ പിന്നെ നമുക്ക് മരണഭയമുണ്ടോ? ജനിച്ച് ശരീരം മരിക്കും എന്നത് ഉറപ്പാണ്. അതാരാലും ഇല്ലാതെയാക്കാൻ സാധിക്കുകയില്ല.
മരണമെന്ന സ്വഭാവത്തോടു കൂടിയതാണ് ഈ പ്രപഞ്ചത്തിലെ സർവ വസ്തുക്കളും. ഉണ്ടാവുക എന്ന അവസ്ഥയുണ്ടെങ്കിൽ ഇല്ലാതാവുക എന്ന അവസ്ഥയുണ്ട്. എന്നും ഉള്ളതായ വസ്തു ഉണ്ടാവലോ ഇല്ലാതാകലോ ഇല്ല. അത് സ്ഥായിയായതാണ്. സ്ഥായിയായിരിക്കുന്ന ആ പരമശക്തിയാണ് നാം ഓരോരുത്തരും എന്ന് മറന്നുപോയി. അത് വിസ്മൃതിയിൽ ആണ്ടുപോയപ്പോഴാണ് ദേഹം ഞാനാണെന്ന തോന്നലുണ്ടായത്. ദേഹം ഞാനാണെന്ന തോന്നലുണ്ടായപ്പോൾ ഞാൻ ജനിച്ചുവെന്നും ഈ ഭോഗസുഖങ്ങളൊക്കെ എനിക്ക് അനുഭവിക്കാനുള്ളതാണ് എന്നും അതിൻ്റെ പിന്നിൽ ദുഃഖം നമ്മെ പിടികൂടുമ്പോൾ ഞാൻ ഇപ്രകാരത്തിലായല്ലോ എന്ന് വിലപിക്കാനും തുടങ്ങുന്നു. ദുഃഖത്തെ ഒഴിവാക്കാനും സുഖത്തെ പ്രാപിക്കാനുമായി അക്ഷീണ പ്രയത്നം ചെയ്യുന്നു. അങ്ങനെയാണ് വീട്, കുടുംബം മുതലായ സർവബന്ധങ്ങളും ഉണ്ടാകുന്നത്. സമ്പത്ത്, അതുപോലെ ബന്ധുമിത്രാദികൾ, ഇതെല്ലാം നമുക്ക് ദേഹം ഞാനാണെന്ന് തോന്നലിൽ ഉണ്ടാക്കപ്പെട്ടവയാണ്. ദേഹം പിന്നെ ഞാൻ ആരാണെന്ന് ബോധിക്കുമ്പോൾ ഈ ബന്ധങ്ങളൊന്നുമില്ല എന്ന് മാത്രമല്ല, ജനനവുമില്ല, മരണവുമില്ല. ജനന മരണാദികളെല്ലാം തന്നെ ദേഹത്തിനാണ്. പരിണാമവും ദേഹത്തിനാണ്. പരിണാമമില്ലാത്ത നിത്യമായ ആ പരമ്പൊരുൾ ആനന്ദസ്വരൂപിയും അറിവിൻ്റെ പരമകാഷ്ഠയും അഭയപ്രദവുമായ ആ പരമചൈതന്യമാണ് നാം ഓരോരുത്തരും എന്ന് ഇവിടെ ജീവിക്കുമ്പോൾ നമ്മൾ ബോധിക്കണം. ആ സത്വമായി നമ്മൾ സാക്ഷാത്കരിക്കണം. അതാണ് നാം ഓരോരുത്തരും എന്ന സത്യം അറിയത്തക്ക വിധത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ആ പരമസത്യം വെളിവായി കിട്ടും. അതോടെ നമ്മുടെ ജീവിതം സാർത്ഥകമായി തീരുന്നു. ഇതുവരെ ഭയവും പരിഭ്രമവും ആശകളും ആശങ്കകളും എല്ലാം നിറഞ്ഞതാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇരുട്ടിൽ കുണ്ടും കുഴിയുമുണ്ട്, അവയിൽ വീണ് കാലൊടിഞ്ഞെന്ന് വരും. എന്നാൽ വെളിച്ചം വന്നാൽ നമുക്ക് കുണ്ടും കുഴിയും എല്ലാം വ്യക്തമായി കാണാം. കുഴിയിൽ ചാടാതെ നമുക്ക് അപ്പുറത്തേക്ക് എത്താനും സാധിക്കുന്നതാണ്. ഇതാണ് ജീവിതത്തിൻ്റെ പരമമായ രഹസ്യം. ഈ പരമ രഹസ്യം നമ്മൾ ബോധിക്കണം. ജീവിതത്തോടൊപ്പം മൃത്യുവുമുണ്ടെന്ന തത്വമറിഞ്ഞവർക്കത്തലില്ല. മൃത്യുവെന്ന ജീവിതാന്ത്യമല്ലോർക്കുകിൽ ജീവിതത്തിൻ്റെ തുടക്കമത്രേ.